നീതിമാനായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം എങ്ങനെ കാക്കുന്നു. അവസാനം സങ്കീർത്തനം വായിച്ചത് അവന് ശിക്ഷാവിധിയില്ല. പുതിയ നിയമത്തിൽ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യം അതാണ്: ഇപ്പോൾ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധികളില്ല. കാരണം യേശു ക്രിസ്തു നിങ്ങളെ നീതിമാനാക്കിയിരിക്കുന്നു, നിങ്ങൾ നീതീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നല്ല മനോഹരമായൊരു സങ്കീർത്തനം. അതിൻ്റെ ആദ്യ ഭാഗം, ഒരു നീതിമാൻ്റെ മുമ്പിൽ ആദ്യം നീതിമാൻ പുതിയ നിയമത്തിൻ്റെ ഭാഗമാണ്. പഴയ നിയമത്തിൽ ആരാണുള്ളത്? നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആ കാര്യത്തെക്കുറിച്ച്. ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് 112 സങ്കീർത്തനത്തിൻ്റെ ഒരു വരി വായിച്ച് നമുക്ക് അല്പനേരം ധ്യാനിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. 112 സങ്കീർത്തനം ഞാൻ തന്നെ വായിക്കാം. ഹല്ലേലൂയ. അതിൻ്റെ 4-ാം വാക്യം: നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉളവാക്കുന്നു. അപ്പോൾ നേരുള്ളവനെ, പഴയ നിയമത്തിൽ നേരുള്ളവൻ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അപ്രൈറ്റ്സ്. അവനെ തൻ്റെ ദയയും കരുണയും കാണിച്ച് നീതിയിലേക്ക് നടക്കുന്നു, അവനെ നീതിമാനാക്കുന്നു, അവനെ റൈച്ചസ് ആക്കി മാറ്റുന്നു. രണ്ട് കാര്യങ്ങളുടെ നടുവിലാണ് വേദപുസ്തകം ഡിവൈഡ് ചെയ്യുന്നത്: പഴയ നിയമെന്നും പുതിയ നിയമെന്നും. ആരാണ് നീതിമാൻ? ആരാണ് നേരുള്ളവൻ? സത്യസന്ധമായി ഏത് പാരമ്പര്യത്തിലും ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് നാം പഴയ നിയമങ്ങളിൽ കാണുന്നത്. ഹനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അവൻ നേരുള്ളവനായിരുന്നു. അവൻ ദൈവത്തോടുകൂടി നടന്നു ഹാനോക്ക്. ഹല്ലേലൂയ. സത്യസന്ധമായ ജീവിതം നയിക്കുന്നവനെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നേരുള്ളവൻ്റെ വഴി ദൈവം അറിയുന്നു. നിന്റെ ഹൃദയത്തിൽ നേരുണ്ടെങ്കിൽ നിന്റെ വഴിയെ ദൈവം ഉണ്ട്. 11-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, നേരുള്ളവൻ ദൈവത്തിൻ്റെ മുഖത്തെ കാണും. നേരുള്ള ഒരു കൂട്ടം ജനത്തിൻ്റെ നടുവിൽ അഖിലാണ്ടം ചമഞ്ഞ ദൈവം ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, തൻ്റെ ഏകാഗ്ര ഹൃദയത്തോട് അവരുടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ ഊടാടിക്കൊണ്ടിരിക്കുന്ന കണ്ണുണ്ട്. ദൈവം ആ കണ്ണുകൾ നീതിമാന്മാർ നേരുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നേരുള്ളവരെ പറ്റി വേദപുസ്തകം എന്ന് പറയുന്നു. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നേരുള്ളവരെ കുറിച്ച് ഹല്ലേലൂയ യെശയ്യാ പ്രവചനത്തിൻ്റെ 58-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ വ്യക്തമായി നേരുള്ളവരാരാണെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ 58-ാം അധ്യായം 10-ാം വാക്യം, യെശയ്യാവിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഇന്നലെ വൈകുന്നേരവും നമ്മൾ സംസാരിച്ചുവല്ലോ. അതിൻ്റെ 10-ാം, വിശപ്പുള്ളവരോട് താല്പര്യം കാണിക്കുകയോ കഷ്ടതയിലുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. എന്താണ് അവിടെ പിന്നീട് വായിക്കുന്നത്? നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. ഹല്ലേലൂയ. വിശപ്പുള്ളവരോട് ഹല്ലേലൂയ താല്പര്യം കാണിക്കുകയും കഷ്ടതയിലുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവവേലയുടെ ആദ്യ ഭാഗമാണ് അത്. നേരുള്ളവരിൽ അവരുടെ സ്വഭാവമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? അവനായിരിക്കുന്ന ഇരുട്ടിൽ എന്താണ്? നിന്റെ പ്രകാശം, നിന്റെ നേര്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ പ്രകാശം, നിന്റെ നേര് ഇരുളിൽ ഉദിക്കുവാൻ തുടങ്ങും. നീ വെളിച്ചം പകരുന്നവരാകും. ഹല്ലേലൂയ. നിന്റെ നേരാണ് അവിടെ ഉദിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് എന്താണ് അവിടെ 58-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്? അത് ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾ വേഗത്തിൽ മാറും. അപ്പോൾ നേരുള്ളവൻ പ്രകാശിക്കും. അവന് ഇരുളൊരു പ്രശ്നമല്ല. അവൻ്റെ മുറിവ് മാറുവാൻ തുടങ്ങുകയാണ്. വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം എത്ര മനോഹരമാണെന്ന് നോക്കുക. നേരുള്ളവൻ്റെ വഴിയെ ദൈവം അറിയുന്നു. പിന്നീട് 58-ാം അധ്യായത്തിൻ്റെ മനോഹരമായ ഒരു അധ്യായമാണ്. അധ്യായത്തിൻ്റെ വെളിപ്പാടൊന്നും ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ ഓരോ വചനങ്ങളും എടുക്കുമ്പോൾ 58-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം,
നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും മാറും. നേരുള്ളവനെ, ഹൃദയത്തിൽ സ്നേഹമുള്ളവനെ, യഹോവയാൽ വഴി നടത്തുന്നവനെ, സ്വയം പ്രകാശമായിരിക്കുന്നവനെ, നീ ഇരുളിനെ നോക്കേണ്ട, നീ ഇരുളിനെ നോക്കേണ്ട, നീ പ്രകാശിക്കൂ. നീ ആട്ടിനിരക്ക് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയായിരിക്കും. സ്വർഗം വിളിച്ചു പറയുന്നു, പ്രതികൂലങ്ങളെ നോക്കേണ്ട, ചുറ്റുപാടുകളെ നോക്കേണ്ട, ദൈവത്തിന്റെ വഴിയിലൂടെ നട്ടിരിക്കുന്നൊരു വൃക്ഷം പോലെ നീ നനവുള്ള തോടും വെള്ളം പറ്റാത്ത നീരുറവയുമായിരിക്കും. വെള്ളം സകല മേഖലകളിലും വറ്റിയെന്നിരിക്കും. പക്ഷെ നിന്റെ ജീവിതത്തിലേക്ക് ആ നീരുറവ, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ വഴി നടത്തൽ, അത് നിന്നോടുകൂടെയിരിക്കും. ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്കതിനെ ഒന്നുകൂടി കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ നീതിമാന്മാർ പഴയ നിയമങ്ങളിൽ ദൈവത്തോടു കൂടെ നടക്കുകയാണ്. അങ്ങനെ ഒരു ദൈവം ഊടാടിക്കൊണ്ടിരിക്കുന്ന കണ്ണുകൾ ഒരു മനുഷ്യനെ കണ്ടു. ഹല്ലേലൂയ. ദൈവം ഈ വേദപുസ്തകത്തിനുള്ള പ്രാധാന്യം എന്താണ്? മറ്റ് വേദപുസ്തകങ്ങളും മറ്റ് കാര്യങ്ങളും വായിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ കാര്യങ്ങൾ എക്സാമ്പിൾ പ്രകാരം നടത്തി വെച്ചിരിക്കുകയാണ്. ഇതാ ഇങ്ങനെ ഒരു നേരുള്ളവർ നടക്കുമ്പോൾ ദൈവം ഒരു എക്സാമ്പിളായി ഒരു മനുഷ്യനെ വിളിക്കുകയാണ്. മെസൊപ്പൊട്ടാമിയയിൽ നിന്ന് ഒരു മനുഷ്യനെ വിളിച്ചു. അവൻ്റെ ഹൃദയത്തിൽ ദൈവം നേര് കണ്ടു. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. പഴയ നിയമത്തിൽ അത് കണക്കിട്ട് വെച്ചു. അവൻ വിശ്വാസിയാണ്, അവൻ വെളിപ്പാട് കിട്ടിയവനാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അവൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം അടിസ്ഥാനമിട്ടതും ആ വലിയ ലോകത്തെക്കുറിച്ച്, ഹല്ലേലൂയ, അവൻ കാത്തിരുന്നു. ദൈവം ശില്പിയായതോ അടിസ്ഥാനമുള്ളതുമായ വേറൊരു പട്ടണത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. അവന്റെ നീതിയെ ദൈവം കണക്കിട്ടു. പഴയ നിയമത്തിൻ്റെ ആ ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യം. പഴയ നിയമത്തിൻ്റെ ബോർഡറിലേക്ക് എത്തിയാണ്. നേരുള്ളവനെ നീതിമാനാക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുവാൻ പോവുകയാണ്. പക്ഷേ വേദപുസ്തകം നമ്മെ എന്നും ഒരു ഉപദേശം തരുന്നുണ്ട് എന്ന് മാത്രമല്ല, വേദപുസ്തകം നമ്മളെ വളരെ ഗൗരവത്തോടുകൂടി നിൽക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ 2-4 വായിക്കുന്നത്, ഒരുവൻ അവനിൽ അഹങ്കരിക്കുന്നു, അത് നേരുള്ളതല്ല. വിശ്വാസ ലോകത്തിൻ്റെ ഒരു വാടികയാണ് ഇത്. നേരുള്ള പാതയിൽ കൂടി നടക്കുമ്പോൾ ഞാൻ ചിലതൊക്കെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു എന്നല്ല. നേരുള്ളവൻ ഒരുവൻ അവനിൽ അഹങ്കരിക്കുന്നു, അത് നേരുള്ളതല്ല. അണ്ടർലൈൻ ചെയ്യുകയാണ് ഹബക്കൂക്കിൻ്റെ അധ്യായം. എന്താണ് അവിടെ പറയുന്നത്? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കൂ, അവൻ കർമ്മത്തിലല്ല. അടിവരയിടുകയാണ്. കർമ്മയോഗം കൊണ്ട് നിനക്കൊന്നുമില്ല. മനസ്സിലായവർ മാത്രം ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. കർമ്മത്തിലൂടെയല്ല, വിശ്വാസത്തിലൂടെ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിൻ്റെ കണ്ണ് 5-6 മിനിറ്റിനുള്ളിൽ എനിക്ക് തീർക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ് ഹൃദയത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാ കാലഘട്ടത്തിലും. ഇപ്പോഴും ആ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുക. ഇതാ കണ്ണ് വളരെ ദൂരത്തേക്ക് പോയി. മെഡിറ്ററേനിയൻ കടലിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിലിക്കിയയിലെ തർസോസ് പട്ടണം. ഹല്ലേലൂയ. ആ കണ്ണ് ചിലപ്പോൾ തിരുവനന്തപുരത്തേക്കും പോകും, ഈ ബെങ്കിപ്പുരയിലേക്കും വരും, അത് മദ്രാസ് സിറ്റിയിലേക്കും പോകും. പക്ഷെ ഇപ്പോൾ പോയത് കിലിക്കിയയുടെ
പട്ടണമായ തെർസോസ് പട്ടണത്തിൽ അവിടെ ഒരു മനുഷ്യൻ ജീവിക്കുന്നു. അവൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അന്നത്തെ കാലഘട്ടങ്ങളിലുള്ളതിൽ ഏറ്റവും ടോപ്പ് ക്വാളിഫിക്കേഷൻ ന്യായപ്രമാണത്തിൽ പരീശൻ്റെ മകൻ, കപ്പലുടമയുടെ മകൻ, 8-ാം ദിവസം പരിച്ഛേദനേറ്റ് ഗമാലിയലിൻ്റെ ശിഷ്യൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇതിനൊന്നും ബാക്കിയില്ല. അവസാനം ഒരു റോമ പൗരത്വവും ഒരു ഗ്രീൻ കാർഡും എല്ലാം തികഞ്ഞു. അവനിൽ നേരുണ്ടോ? അവനിൽ നേരുണ്ട്. അവൻ വേദപുസ്തകം പഠിച്ചവനാണ്, അവനിൽ നേരുണ്ട്. പക്ഷേ അപകട മേഖലയിലേക്ക് അവൻ കടന്നു. ഹബക്കൂക്ക് പ്രവാചകൻ പകർന്നിരിക്കുന്ന ഈ അപകട മേഖലയിലേക്ക് അവൻ കടന്നു. അവൻ പാരമ്പര്യത്തിൽ നിന്ന് കുരുടായ കണ്ണുമായി അവനെ ആയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് അവനിതാ ദമസ്കോസിലേക്ക് വരുന്നു. വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദമില്ല എന്ന് അതിനുശേഷം റോമാലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചു. പക്ഷേ ആ പരിജ്ഞാനം അന്നുണ്ടായിരുന്നില്ല. അവൻ വിധിക്കാനായി ഇതാ 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 അവൻ അധികാരപത്രവുമായി നേരുള്ളവൻ നേരെ പോവുകയാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ ഹല്ലേലൂയ, പ്രകാശം അവനിലല്ല ഉദിച്ചത്, അഖിലാണ്ടത്തിന്റെ പ്രകാശം സൂര്യനെ വെല്ലുന്ന വെളിച്ചമായി അന്ധകാരത്തിലായിരിക്കുന്ന പൗലോസിനെ മുഖാമുഖമൊരു എൻകൗണ്ടർ അവിടെ നടന്നപ്പോൾ അവന്റെ കണ്ണ് കുരുടായി. ആത്മീയ കുരുടായിരുന്നു. അനന്യാസ് പ്രാർത്ഥിച്ചു, അവന്റെ കണ്ണ് തുറന്നു. നേരുള്ളവരുടെ ജീവിതത്തിൽ ഇരുട്ടിൽ പ്രകാശം ഉദിക്കും. അതിന് ദൈവം തരുന്ന ഒരു വാക്യം കൂടിയുണ്ട് അവിടെ. 58-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ ഹൽബൽ പറയുന്നത്, അവൻ്റെ നേര് അവന് മുമ്പിൽ നടക്കും, അവൻ്റെ പ്രകാശം അതിന് വെളിച്ചമായിരിക്കും. പിന്നീട് 58-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവം അഖിലാണ്ടം ചമഞ്ഞ ദൈവം അവന് പിൻപടയായിരിക്കും. കാലം മുന്നോട്ട് പോയി. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം നേരുള്ളവനെ നീതിമാനാക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടു. ദൈവത്തിന് ഹല്ലേലൂയ മനുഷ്യനെ നീതിമാനാക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നേരുള്ളവരെ ആവശ്യമുള്ളപ്പോൾ ദൈവം പിന്നീട് ഭക്തന്മാരെ നീതിമാനാക്കുവാൻ ഇതാ പുതിയ നിയമം വന്നു. പുതിയ നിയമത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സർവശക്തനായ ദൈവം തന്നെ മാനവ കുലത്തോട് ഈ അപകടത്തെ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ, മനുഷ്യൻ നേരിൽ അഹങ്കരിക്കുന്നു. മനുഷ്യൻ ആ പാപശാപങ്ങളെ നീക്കം ചെയ്യുവാനായി ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്യം, 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. നിങ്ങൾക്കിനി ശിക്ഷാവിധിയില്ല, യേശു ക്രിസ്തുവിലൂടെ നാം നീതീകരണം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, അതുകൊണ്ട് നമ്മുടെ ആയിരിക്കുന്ന നേരുള്ള അവസ്ഥയിൽ നിന്ന് നീതിയുടെ അവസ്ഥയിലേക്ക് നാം വന്നു. നമുക്ക് സകല വിധത്തിലുള്ള അനുഗ്രഹങ്ങളെയോ ദൈവം തന്നിരിക്കുകയാണ്. അതാ റോമാലേഖനത്തിൻ്റെ 8:38 വായിക്കുന്നത്, ജീവനും മരണമോ ദൂതനോ അല്ലെങ്കിൽ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരാനിരിക്കുന്നതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാദൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ നേരുള്ളവനെ നീതീകരിച്ചവനെ തേജസ്കരിച്ചുകൊണ്ട് വിശുദ്ധ സഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, യു ആർ പ്രഷ്യസ്. നിങ്ങൾ വിലപ്പെട്ടതാണ്. നിങ്ങളെ നമ്മുടേതായിരിക്കുന്ന അവസ്ഥയെ നാം തിരിച്ചറിയേണ്ടതാണ്. ആ പാതയിലൂടെ ദൈവം നമ്മെ നടത്തി. നമ്മൾ വിവിധ വിധത്തിലുള്ള ആചാരാനുഷ്ഠാനത്തിലായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ നേരുകളെ കാണുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണ തോന്നി ആ പാതയിലൂടെ നമ്മളെ കൊണ്ടുവന്നു. നമ്മളിലും അഹങ്കാരം ജനിച്ചിരുന്നു, ഞങ്ങളിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് തോന്നലുണ്ടായിരുന്നു. പക്ഷെ കരുണാസമ്പന്നനായ
സർവശക്തനായ ദൈവമോ. എഫെസ്യൻ അധ്യായത്തിലേക്ക് സമയക്കുറവ് കൊണ്ട് ഞാൻ പോകുന്നില്ല. അവൻ്റെ കൃപയാൽ ഇന്ന് ഈ പുൾപിറ്റിൽ വെച്ച് നിങ്ങളോട് വചനം സംസാരിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കരുണ, സർവശക്തനായ ദൈവത്തിൻ്റെ ആ കൃപ, അതാണ് 34 സങ്കീർത്തനത്തിൽ പറഞ്ഞത്. ഹല്ലേലൂയ. അവങ്കലിലേക്ക് നോക്കിയവർ, നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. നീതിമാനെ കുറിച്ച് ഞാൻ ഒരുപടി കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട്. നീതിമാന്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. ഒരു നീതിമാന്റെ പ്രാർത്ഥന നേരുള്ള വഴിയിലൂടെ നടത്തി കർത്താവാം യേശു ക്രിസ്തുവിൻ്റെ കൃപയിലൂടെ നീതീകരണം പ്രാപിച്ച ദൈവവൈതലെ, നീ പ്രാർത്ഥിക്കുമ്പോൾ 12-ാം അധ്യായം റോമാ ലേഖനത്തിൽ പറയുന്നത്, ഹല്ലേലൂയ ഹല്ലേലൂയ, 12-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹല്ലേലൂയ ബുദ്ധിയുള്ള ആരാധനയായി, ബുദ്ധിയുള്ള ആരാധന ഇന്നത്തെ ദിവസം ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപനാകരുതേ. ഹല്ലേലൂയ. നീതിയുള്ളവരുടെ പാതയിൽ, നീതിമാന്മാരുടെ പാതയിൽ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നീ അവങ്കലിലേക്ക് നോക്കുമെന്ന ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവങ്കലിലേക്ക് നോക്കിയ ഒരു വ്യക്തിയും ലജ്ജിച്ചു പോയിട്ടില്ല. ചരിത്രം ഇതാണ് പറയുന്നത്. വേദപുസ്തക സത്യം ഇതാണ് വെളിപ്പെടുത്തുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒറ്റൊരു വാചനം നമ്മൾ വായിക്കേണ്ട സമയക്കുറവ് കൊണ്ട് പ്രാർത്ഥി. റോമാലേഖനത്തിൻ്റെ 3:22 ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. 3:22. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലായിത്തിരിക്കുന്ന സ്ഥലയിലേക്ക് ദൈവം നേരുള്ളവനെ കൊണ്ടുവന്നു, അവനെ നീതിമാനാക്കി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:21 കൂടെ വായിക്കണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:21. നമുക്ക് വേണ്ടി ദൈവം കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മൾ നീതിമാനായിരിക്കുന്നു, നമ്മൾ നീതിമാനായിരിക്കുന്നു. അപ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന് ഇന്നലെ വൈകുന്നേരവും അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വർധനവ് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നാം ദൈവത്തെ അറിയുമ്പോഴാണ്. എന്താണ് ദൈവത്തെ അറിയുക? ആ ദൈവ സ്നേഹം ഭൂമിയിൽ വെളിപ്പെട്ടത് നീ രാപ്പകൽ നീ ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ നിൻ്റെ ജീവിതത്തിന് പരിവർത്തനം വരുമോ? അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പലതവണ ഞാൻ പ്രസംഗിച്ച കാര്യവുമാണ്. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവരെ വിടുവിക്കും. ദൈവസ്നേഹത്തെ അറിയുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ദൈവസ്നേഹത്തെ അറിയുക, നേരുള്ളവനെ നീതിമാനാക്കിയ ദൈവസ്നേഹത്തെ അറിയുക. ഇതാണ് വേദപുസ്തകത്തിൻ്റെ ആകത്തുക. നേരുള്ള മനുഷ്യന്മാർ എല്ലാ മേഖലകളിലും ഉണ്ട്, ഒന്നും ഇല്ല എന്നല്ല പറയും. പക്ഷേ അവരെയൊക്കെ ദൈവൻ, അതാണ് ഇപ്പോൾ പാടിയത്, സകലമുട്ടും മടങ്ങും, സകലമുട്ടും മടങ്ങും. നേരുള്ളവൻ എവിടെയുണ്ടായാലോ അവനെ നീതിമാനാക്കാൻ വേണ്ടി സ്വർഗമിറങ്ങി വന്നു. ആ ദൈവ സ്നേഹം മൂന്നാളിൽ തൂങ്ങി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കണം. നമ്മളെ തകർക്കുവാൻ ഒരു ശത്രുവിനും സാധ്യമല്ല. അതുകൊണ്ട് ആ ധൈര്യത്തിൽ സഭ മുന്നോട്ട് പോകണോ, ആ ശക്തിയിൽ സഭ മുന്നോട്ട് പോകണോ, ആ ദൈവ സ്നേഹത്തിൽ സഭ മുന്നോട്ട് പോകണോ, അത് ആരാധനയായി വെളിപ്പെടണം. ഇന്നലെ പറഞ്ഞതുപോലെ അതൊരു റിഫ്ലക്ഷൻ ആയിരിക്കണോ. സ്വർഗത്തിൻ്റെ വെളിച്ചം നിന്നിലേക്ക് പകർന്ന് ആ വെളിച്ചത്തിൽ നിന്നിൽ പ്രകാശിക്കുമ്പോൾ നീ സ്വയം പ്രകാശിക്കും. ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയക്കുറവ് കൊണ്ട് ചില മേഖലകളെ തൊടുവാൻ സാധിച്ചില്ല. പക്ഷേ എല്ലാവർക്കും കാര്യങ്ങൾ ഭക്തമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ.